National Federation of the Blind. Audio drama competition for visually impaired conducting by National Federation of the Blind, Kerala branch. കാഴ്ച പരിമിതരുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന. മെമ്പർഷിപ്പിനും മറ്റു വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്, അഫിലിയേറ്റഡ് ടു വേൾഡ് ബ്ലൈൻഡ് യൂണിയൻ, കേരള സ്റ്റേറ്റ് ബ്രാഞ്ച്, ആശ്രമം റോഡ്, കാലടി PO, എറണാകുളം 683574. ഇമെയിൽ nfbkerala@gmail.com. ഫോൺ 9400468906. ബ്ലൂ ഡയമണ്ട്സ് സ്നേഹപുരസരം അവതരിപ്പിക്കുന്ന നാടകം തനിയാവർത്തനം. രചന സംവിധാനം വിവേക് V. ചിറ്റൂർ. ശബ്ദ മിശ്രണം അനന്തു ശശികുമാർ. റിയേ, എടി റിയേ, നിന്റെ ഫോണല്ലേ അടിക്കണത്? അതെ. എന്താ നീ ഫോൺ എടുക്കാത്തെ? എടി നിന്നോടാ ചോദിക്കുന്നേ, എന്താ നീ ഫോൺ എടുക്കാത്തേന്ന്? ആരായാലും ഫോൺ എടുത്തൂടെ? വേഗം ഫോൺ എടുക്ക. എന്തിന്? എനിക്കൊന്നും വയ്യ. ആരാടി? ആരാ വിളിക്കുന്നേ? അബിയാ വിളിക്കണേ. എത്ര പ്രാവശ്യം കട്ട് ചെയ്തോ, വീണ്ടും വിളിച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ അവനോട് സംസാരിക്കാൻ. എടി കുട്ടി, നിന്റെ തീരുമാനം എന്താന്ന് പറ. നീ ബ്രേക്കപ്പ് ആവാൻ തീരുമാനിക്കാണോ? ഇതിൽ ഇനി തീരുമാനിക്കാനൊന്നുമില്ല ചേച്ചി. എനിക്കിനി വയ്യ ഇത് തുടരാൻ. എങ്ങനെയെങ്കിലും പറഞ്ഞത് ഒഴിവാക്കണം ഈ ബന്ധം. മടുത്തു. നീ എന്തായാലും ഫോൺ എടുക്ക്. അവനെന്താ പറയണേന്നും കൂടി നമുക്കറിയണ്ടേ? എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണോന്നുള്ളത്. ഇനി വിളിക്കുകയാണെങ്കിൽ എടുക്കാം. ഹലോ റിയ. എന്താ? റിയ ഒന്ന് കാണണം. നോ, പറ്റില്ല ബി. എനിക്ക് നിന്നെ കാണുന്നെങ്കിലോ? എന്താ പറയാനുള്ള ചില ഫോണിൽ കൂടി പറഞ്ഞാൽ മതി. നീ നിന്നെ മനസ്സിലാക്കറിയ. എനിക്ക് നാളെ നിന്നെ കണ്ടേ പറ്റൂ. നാളെ നീ ബീച്ചിൽ വരണം പ്ലീസ്. ഓക്കെ, ഞാൻ വരാം. പക്ഷൊരു കാര്യം, ഇത് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും. ഹലോ. എടി, എന്തെന്നാ അവൻ പറഞ്ഞേ? എന്തായാലും പറയേ. നാളെ അവൻ എന്നെ ഒന്ന് കാണുമെന്ന്. എന്തായാലും നീ പോയി കാണ്. എന്താ അവൻ പറയണേന്ന് അറിയാലോ. അബി, നീ എന്താ കടലിലേക്ക് നോക്കിരുന്ന തിരിയണ്ണ? അതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? എന്താ പറയാനുള്ളത് വെച്ചാൽ പറയും. എനിക്ക് പോണം. നിനക്ക് എന്താ ഇത്ര ധൃതി? എനിക്ക് പോകാൻ ധൃതിയുണ്ട്. എന്താ പറയാനുള്ളത് വെച്ചാൽ പറയും. ഞാൻ അന്ന് പറഞ്ഞ US വിസ ഏകദേശം ശരിയായിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ നിന്റെ വിസയും ശരിയാക്കാം. നമ്മൾ ആഗ്രഹിച്ച പോലെ അവിടെ ചെന്ന് നമുക്ക് സെറ്റിൽ ആവാം. മതി, നിർത്ത്. നീ പോവോ പോവാതിരിക്കോ എന്താന്ന് വെച്ച് ചെയ്. അത് നിന്റെ ഇഷ്ടം. എന്നെ ഇതിലേക്ക് വലിച്ചഴക്കണ്ട. റിയ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്നൊന്ന് മനസ്സിലാക്ക്. ഓ, മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്നെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയെന്ന് നീ പറയുന്നത്? ഓ, ഒന്ന് പതുക്കെ പറ ബി. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. റിയ, എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു.
നമ്മുടെ റിലേഷൻ തുടങ്ങുമ്പോൾ. ഇപ്പം എനിക്കതില്ല, അത് ഞാൻ തിരുത്തി. റിയ, നിനക്ക് എന്താ പറ്റിയത്? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇതിൻ്റെ പേരിൽ നീ എന്നെ വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഞാൻ പോവാ. ഗുഡ് ബൈ. റിയ, റിയ, നിക്ക് റിയ, 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 ഞാൻ പറയണ കേൾക്ക്. റിയ, റിയ. ഛേ. നീ വന്നോ? എന്തായി പോയിട്ട്? ഹോ, എന്താ അവൻ ചേച്ചി, പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ അവനെ ന്യായീകരിച്ച് ഒരുപാട് സംസാരിച്ചു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ആഹാ, ഇതിപ്പോ നന്നായി. ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ടുണ്ടാവും എന്നുള്ളതാ. ഈ പ്രശ്നം അങ്ങനെ സോൾവ് ആവുന്നില്ല ചേച്ചി. തന്നെയല്ല, എനിക്കതിന് താല്പര്യവും ഇല്ല. ഇതിപ്പോ കഷ്ടായില്ലോ. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് വന്നു പോയാലെന്ന് ആലോചിക്കാം. അവിടെ നിന്ന് വന്നാലും പഠിക്കാമല്ലോ. ഇവിടെ നിന്ന് അബി എന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതൊഴിവാക്കാലോ. ഞാൻ നിന്നോടിത് പറയാനിരിക്കായിരുന്നു. നിനക്കൊരു ചേഞ്ച് ഇപ്പം അത്യാവശ്യമാണ്. അതിനിപ്പം നല്ലത് വീടാ. അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരാരെങ്കിലും ഇപ്പൊ വരുമായിരിക്കും. ഓക്കേടി, എത്തിയെന്ന് തോന്നുന്നു. ഞാനെന്നാ ഇറങ്ങട്ടെ ചേച്ചി. നീ പോയിട്ട് വാ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഓക്കെ ചേച്ചി. മോനെ, എന്ത് പറ്റി? ഒന്നുമില്ല അമ്മ. എന്താടാ, നിന്റെ വിസയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും അല്ല. റിയ, അവൾക്ക് പിന്നെ വേണ്ടെന്നാ പറയുന്നത്. എന്ത് പറ്റി അവൾക്ക്? എനിക്ക് അറിയില്ല അമ്മ. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നൊന്ന് കേൾക്കാൻ പോലും അവള് കൂട്ടാക്കുന്നില്ല. സാരമില്ല മോനെ, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അവളെ നിർബന്ധിക്കണ്ട. പറ്റില്ല അമ്മ, ഞാൻ അത്രയ്ക്ക് അവളെ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ ഇഷ്ടം അവൾക്കില്ലല്ലോ. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നതേ ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ മോനെ. മോനത് വിട്ടേക്ക്. എന്തായാലും ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. ചിലപ്പോ ശരിയായാലോ. ആ, എങ്ങോട്ടാടാ? ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയത്. നീ എന്താ ഇവിടെ? ഞാൻ ഈ കടയിലോട്ട് വന്നോ. ആ, ഇന്നലെ പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായി? ഓ, അവള് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ലടാ. എന്തൊക്കെ തെറ്റിദ്ധാരണകളാടാ. എവിടെന്നാ എന്തോ കേട്ടിട്ട് അതെന്താന്ന് എന്നോട് പറയുന്ന പോലും ഇല്ല അവള്. എടാ, അവൾക്ക് താല്പര്യം വിട്ടേക്ക്. നീ എന്തിനാ അവളുടെ പുറകെ നേരം നിന്റെ ജീവൻ നശിപ്പിക്കുന്നത്? നിങ്ങൾക്കിത് വേഗം പറയാം. എനിക്കേ അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട്. അബി, അവളെങ്ങാനും വല്ല കേസ് കൊടുത്തു കഴിഞ്ഞാ നിന്റെ പോക്കൊക്കെ ആകെ പ്രശ്നത്തിലാവും. നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. ആടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് എടാ, ഇത് അവളുടെ കാരണം. എടാ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എടാ അബി, നിക്ക് ഞാൻ പറയട്ടെ. എടാ അബി, ഞാൻ പറയട്ടെ, നിക്ക്. ഇവനോടൊക്കെ എന്ത് പറയാനാ? റിയ, റിയ, എനിക്കൊന്ന് സംസാരിക്കണം. ഏയ് അബി, എന്താ നീ കാണിക്കുന്നേ? ഇത് പബ്ലിക് റോഡാണെന്നുള്ള ബോധം പോലും നിനക്കില്ലേ? റിയ, പ്ലീസ് റിയ, ഞാൻ ഒന്ന് പറയണമെന്ന് കേക്ക് റിയ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ല അബി. നീ മാറ്, എനിക്ക് പോണം. പിന്നെ ഒരു കാര്യം, ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ പുറകെ നടന്ന ശല്യം ചെയ്യാനാണ് നിന്റെ ഭാവമെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ പ്രതികരിക്കേണ്ടി വരും. റിയ, റിയ. ഹലോ, ഹലോ റിയ, കേൾക്കുന്നില്ലേ? ചേച്ചി, 2 ദിവസമായില്ലോ നീ എന്നെ വിളിച്ചിട്ട്. ഞാൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അതാ പിന്നെ വിളിക്കാതിരുന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അബിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞു ചേച്ചി. ആകെ പ്രശ്നമായിട്ടിരിക്കാം. വീട്ടിലറിഞ്ഞോ? എങ്ങനെ? അവിടുന്ന് വന്നതിന് ശേഷം അബിനെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്ത് വിട്ടു. എന്റെ പരുങ്ങലെല്ലാം കണ്ടപ്പോ അച്ഛൻ ആകെ സംശയമായി. എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അല്ലാടി, അച്ഛൻ
അച്ഛൻ അറിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്താവോന്ന് ഓർത്തിട്ട് ആകെ ടെൻഷൻ ആവാ. ദൈവമേ, ഇതാകെ പ്രശ്നമായില്ലോ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടല്ലേ. പ്രശ്നങ്ങൾ അതിന്റെ വഴിക്ക് പോകട്ടെ. ഇത് പോലീസ് സ്റ്റേഷൻ വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഓർത്തിട്ട് വല്ലാത്തൊരു പേടി. നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം. ഒന്നുമില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? നീ സമാധാനമായിട്ടിരിക്കേ. ഓക്കെ ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. മോളെ വിയേ, ആരാ മോളെ? അവനാ? അതെന്റെ ഒരു റൂംമേറ്റ് അച്ഛാ. ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ ഒരു ചേച്ചിനെ കുറിച്ച്? ആ, അച്ഛൻ വന്നതേ നാളെ രാവിലെ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. രാവിലെ 10 മണിക്ക് എത്തിക്കോളാൻ SP പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ഈ കേസ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. അച്ഛൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതനുസരിച്ചാൽ മതി. നീ എന്തെല്ലാം കഥകളാണ് കേൾക്കുന്നത്. ഈ കംപ്ലൈന്റ് കൊടുക്കും മുമ്പ് ഒരു വാക്കെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നോ? എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചിട്ട് എനിക്ക് വയ്യ ഇതിന്റെ പുറകെ നടക്കാൻ. മോളെ, അച്ഛൻ ഇത്തിരി പഴഞ്ചനാ. അച്ഛന്റെ വിഷമം നിനക്കിപ്പോ മനസ്സിലാവില്ല. നിന്റെ പ്രായം അത് അച്ഛന് മനസ്സിലാവും. അച്ഛാ, നമുക്ക് ഈ പ്രശ്നം എങ്ങനെയും പരിഹരിച്ചേ പറ്റൂ. അതുകൊണ്ട് അച്ഛന്റെ പൊന്നുമോൾ നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അച്ഛാ, അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ. അച്ഛനത് കാര്യാക്കണ്ട. നമുക്ക് രാവിലെ തന്നെ സ്റ്റേഷനിൽ പോവാം. അതൊന്നും സാരമില്ല മോളെ. അച്ഛന്റെ മോളെ അച്ഛൻ അറിഞ്ഞൂടെ? സാർ, അച്ഛനും മോളും എത്തിയിട്ടുണ്ടേ. എന്നാ അവരെ ഇങ്ങോട്ട് വിളിക്ക്. ഓക്കെ സാർ. നിങ്ങളെ സാർ അകത്തോട്ട് വിളിക്കുന്നുണ്ടേ. ആ സാറേ, ഞങ്ങൾ സാർ വാ, ഇരിക്കണം. SP സാർ വിളിച്ചിരുന്നു. നമ്മൾ ഇന്നലെ സംസാരിച്ച കേസല്ലേ? അതെ സാർ, വിളിച്ചിരുന്നു. ആ പയ്യൻ വന്നിട്ടില്ലടോ? ഉണ്ട് സാർ, അവൻ പുറത്തിരിപ്പുണ്ട്. എന്നാ അവരെ കൂടെ വിളിക്ക്. സാറ് തന്നെ വിളിക്കുന്നുണ്ട്. ചെല്ല്. സർ, കൂട്ടുകാരൻ പുറത്തു വന്നാ മതി. താൻ ഒറ്റയ്ക്ക് വാ. എടാ, എന്നാ നീ പുറത്തു പോയിട്ട്. നിന്റെ പേരെന്താടാ? സർ, അബി. നീ എന്ത് ചെയ്യുന്നു? സർ, ഞാനിവിടെ അടുത്തൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാ. നിന്നെ വിളിപ്പിച്ചെന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല സർ. നിനക്ക് ഈ പെങ്കൊച്ചിനെ അറിയാവോ? അറിയാം സർ, റിയ. 3 വർഷമായിട്ട് അറിയാം. ശരിയാണോ മോളെ? സാർ, അത് ഇല്ലില്ല സാർ, അങ്ങനെ പറയത്തക്ക പരിചയമൊന്നുമില്ല. അറിയാം, അല്ലാതെ പറയത്തക്ക വലിയ പരിചയമൊന്നുമില്ല സാർ. നീ തുടർച്ചയായി പെങ്കൊച്ചിനെ ശല്യം ചെയ്യുന്നവരുടെ പരാതിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ശരിയാണോടാ? അങ്ങനെയൊന്നുമില്ല സർ. തമാശക്കാണോ ഒരു പരാതി എന്നുള്ളത്? നല്ല കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരൊക്കെ കാണുമ്പോഴേ അവന്മാരുടെ ഒരു ചൊറിച്ചില് മാറ്റിത്തരുന്നുണ്ട്. നിന്നെയൊക്കെ ചൊറിച്ചിനെ ഞാൻ ഇനി മേലെ ഉള്ള പുറയിലെങ്ങാണ് നടന്ന ഇവിടെ ശല്യം ചെയ്തെന്ന് അറിഞ്ഞാൽ. BC, ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വാങ്ങിക്ക്. ഓക്കെ സാർ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല മോളെ. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ മോളെന്റെ നമ്പറിൽ വിളിക്കുക. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ. ശരി സാർ. ശരി മോളെ. ഓ ശരി സാർ. ഓക്കെ, താങ്ക് യു സാർ. ആ, എല്ലാം എഴുതിയില്ലേ? SI സാറ് പറഞ്ഞു കേട്ടല്ലോ. ഇനിയെങ്കിലും മര്യാദക്കൊക്കെ ഒന്ന് നടക്കാൻ നോക്ക്. ശരി സർ. സാർ, ഞാൻ പൊക്കോട്ടെ. ആ, വാ കേറ്. ആ. പോയിട്ടെന്തായി? ഞാൻ ഇവനോട് എത്ര വട്ടം പറഞ്ഞതാ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോണ്ടാന്ന്. ഇപ്പൊ സ്റ്റേഷനിൽ കയറി നാണം കെട്ടപ്പോ സമാധാനമില്ലേ? ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കോ. പറ്റാനില്ലടാ, എനിക്ക് പറ്റാത്തോണ്ടാ.
ജീവിതത്തിൽ ഒരിടത്തും ഞാൻ ജയിച്ചിട്ടില്ല. എവിടെയെങ്കിലും ജയിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ ഇവിടെയും അവളെന്നെ പരാജയപ്പെടുത്തുക. തുടങ്ങുമ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതാ ഇങ്ങനെയൊക്കെ ആവാനാണെങ്കിൽ വേണ്ടാന്ന്. അപ്പൊ അവളാ എനിക്ക് പറ്റണില്ലടാ, എനിക്ക് അവളെ മറക്കാൻ പറ്റൂലടാ. നീ ഇതിൻ്റെ പുറകെ നടന്ന് നിന്റെ ജീവിതം നശിപ്പിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കുമില്ലടാ വിഷമം. അതുകൊണ്ട് പറഞ്ഞതാ. നീ എന്തായാലും റെസ്റ്റ് എടുക്ക്, നമുക്ക് നാളെ കാണാം. നീയോ? നീ പുറത്തേക്ക് വാ, എനിക്ക് നിന്നോട് സംസാരിക്കണം. പാതിരാത്രിയിലോ? ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചു, കാണാൻ ശ്രമിച്ചു. എന്നെ കാണാനോ കേൾക്കാനോ നീ സമ്മതിച്ചില്ല. ഇനി എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ. അതിന് ഈ നേരത്തെ എവിടെയാണോ നോക്കബേ? ഇതിന് താഴെയും ചുറ്റിനുമായിട്ട് ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഇത് നീ നാടൻ കെടുത്തരുത് പ്ലീസ്. ദേവിയത് ഞാൻ പറയുന്നത് കേൾക്കബേ പ്ലീസ്. പറ്റില്ല, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്റെ കാല് പിടിക്കബേ. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വാടി ഇങ്ങോട്ട്, വാടി, എങ്ങനെ വാടി ഇങ്ങോട്ട്, വരാൻ, വാടി, വരാൻ. അത്രക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാടി ഇത്ര നാണം കേട്ടിട്ട് ഞാൻ നിന്റെ പുറകെ നടന്നത്. എന്നിട്ട് നിനക്ക് എന്നെ വേണ്ടാന്ന്, എന്നെ കാണണ്ട, എന്നെ കേക്കണ്ട, എന്നോട് സംസാരിക്കണ്ട. വാടി, ഞാൻ അവസാനം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ സമ്മതിക്കൂല. വാടി. അബി, നിന്നോടാ ഞാൻ പറയുന്നേ. നിങ്ങളോട് മാറിയില്ല. എനിക്ക് നിങ്ങളോടല്ല, ഇവളോടാ എനിക്ക് പറയാനുള്ളത്. പറയാനല്ല, ചെയ്യാൻ. നീ എന്താ പറഞ്ഞത്? ഈ റിലേഷൻ തുടങ്ങുമ്പോ നീ എന്താ പറഞ്ഞത്? മരണം വരെ നമ്മൾ ഒരുമിച്ചായിരിക്കും. ആ വാക്ക് നീ മറന്നിട്ടുണ്ടാവും. ആ വാക്ക് ഞാനിപ്പോ പാലിക്കുക. എനിക്ക് പേടിയാവുന്നുണ്ട്. വിഷമിക്കണ്ട, വേഗം കഴിയുമല്ല. വേണ്ട, നിന്റെ വാക്ക് ഞാനിപ്പോ പാലിക്കുക. വേഗം കഴിയുമല്ല, എല്ലാം വേഗം കഴിയും. നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകും. റിയ, വിഷമിക്കണ്ട. നീ ഒറ്റയ്ക്കല്ല റിയ, നീ ഒറ്റയ്ക്കല്ല. ഞാനും ഉണ്ട് നിന്റെ കൂടെ. നീ ഉറങ്ങിക്കോ റിയ, ഉറങ്ങിക്കോ. നമുക്ക് മറ്റൊരു ലോകത്ത് ഒരുമിക്കാം. ഡോക്ടറെ, അവർക്കിപ്പോൾ എങ്ങനെയുണ്ട് കൊണ്ടുവന്നിട്ട്? എന്താ അവസ്ഥ? ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ തന്നെ ക്രിട്ടിക്കലായിരുന്നു. ഒന്നും പറയാറായിട്ടില്ല. അവനെങ്ങനെയുണ്ട്? ആ പയ്യനും ഒബ്സർവേഷനിലാണ്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറ്റി? എൻ്റെ മോൾക്ക് എന്ത് പറ്റി? മോളല്ലേ റിയയുടെ റൂമിൽ? എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് മോളെ? ഞാൻ റിയയുടെ അച്ഛനും. ഇത് അവളുടെ റൂമിൽ താമസിക്കുന്ന കുട്ടിയാണ്. ഡോക്ടർ വിളിക്കുന്നു. ഡോക്ടർ, റിയയുടെ അച്ഛനാണ് ഞാൻ. കുട്ടിയെ കൊണ്ടുവരുമ്പോൾ തന്നെ സീരിയസ് ആയിരുന്നു. കുറേ ബ്ലഡും പോയിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പോയി. ഡോക്ടർ, ഇല്ല, അതെന്റെ മോളാവില്ല. ഡോക്ടർ ഒന്നുകൂടി നോക്കൂ. ഇല്ല ഡോക്ടർ, സംഭവിക്കില്ല. ഞാനൊന്ന് കാണട്ടെ ഡോക്ടർ, എന്റെ മോളെ.
മോളെ, എന്റെ പൊന്നു മോളെ, അച്ഛന്റെ പൊന്നു മോളെ, അച്ഛന്റെ മോളെ. എന്തിനാണ് സാർ അവൻ എൻ്റെ മോളെ കൊന്നത്? എന്ത് തെറ്റാണ് സാർ എൻ്റെ മോൾ ചെയ്തത്? ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും എൻ്റെ മോൾക്ക് മുല്ലേ സാർ അവകാശം. എൻ്റെ പൊന്നു മോളെ. സാറല്ലേ പറഞ്ഞത് എൻ്റെ മോളെ നോക്കിക്കോളാം. എന്നിട്ടിപ്പോ സാറിനും സാറിന്റെ നിയമത്തിനും എൻ്റെ മോളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ സാർ. സാർ, എൻ്റെ മോള്, എൻ്റെ പൊന്നു മോളെ, എൻ്റെ മോളെ. ഇതെന്തൊരു ലോകമാണ് സാർ? ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ജീവിക്കാനുള്ള ലോകമാണോ സാർ? അച്ഛനപ്പുറത്തേക്ക് ഇരുത്തിക്കോ. എന്റെ പൊന്നു മോള്, എന്റെ പൊന്നു മോളെ അവൻ ഇങ്ങനെ കൊല്ലാൻ മാത്രം. എന്റെ പൊന്നു മോള്. സാർ, പോലീസും നിയമമൊക്കെ ചില സമയങ്ങളിൽ വിധിക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വരും, അല്ലേടോ? നമ്മൾ എന്ത് ചെയ്യാനാ സാറേ? കുറെ മാറി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അബിന്റെ ആരല്ലേ? എന്താ സിസ്റ്ററെ? ഞാനുണ്ട്, അബിയുടെ ഫ്രണ്ടാ. വീട്ടുകാരും ഇല്ലേ? ഇല്ല, അവരെത്തുന്നേ ഉള്ളൂ. അകത്തേക്കൊന്ന് ചെല്ല്, ഡോക്ടർ വിളിക്കുന്നു. അബിയുടെ ഫ്രണ്ടാ. We tried our maximum, but he is no more. അബിനെ എത്തോട്ടും പറഞ്ഞ ഇതൊന്നും ഹലോ. ഹലോ മോനെ, ഞാൻ അബിയുടെ അമ്മയാ. അവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ ഞാൻ മോനെ വിളിച്ചത്. മോൻ അവനെ കാണുകയാണെങ്കിൽ അവന്റെ വിസ വന്ന കാര്യം ഒന്ന് പറയണേ. നാളെ തന്നെ കൈപ്പറ്റണം എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അവനെ അതിന്റെ ആവശ്യമില്ല. ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രണയ നൈരാശ്യത്തെ തുടർന്നുള്ള കൊലപാതകം തുടർക്കഥയാകുന്നു. എറണാകുളം സ്വദേശി അബിനാണ് കോട്ടയം സ്വദേശിനി റിയയെ കൊലപ്പെടുത്തിയത്. അബിനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് കൊലപാതക കാരണം. മകളെ ശല്യം ചെയ്യുന്നു എന്ന പെൺകുട്ടിയുടെ അച്ഛന്റെ പരാതിയെ തുടർന്ന് സ്ഥലം SI താക്കീത് ചെയ്തതിൽ അസ്വസ്ഥനായി രാത്രി റിയയെ കാണാൻ എത്തിയിരുന്നു എന്ന് റൂംമേറ്റ് റിപ്പോർട്ട് ചെയ്തു. ദേഷ്യത്തിൽ റിയയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സ്വയം കുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചികിത്സ നൽകിയെങ്കിലും രണ്ടുപേരുടെയും മരണം സംഭവിച്ചു. നീ എന്താ ലേറ്റായേ? എത്ര നേരമായി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. സോറിടാ, ഞാൻ അല്പം ലേറ്റ് ആയി പോയി. പിന്നെ നീ ആ ന്യൂസ് കണ്ടിരുന്നോ? ആ കോട്ടയത്ത് റിയയുടെ കേസ്. അത് അവളെ കുത്തിക്കൊന്നിട്ട് അവൻ ആത്മഹത്യ ചെയ്ത കേസല്ലേ? ഒരു പക്ഷേ ഞാൻ നിന്നെ വേണ്ടാന്ന് പറഞ്ഞ നീ ഇങ്ങനെ ചെയ്യോ? അതിന് നീ എങ്ങനെ പറയില്ലല്ലോ. പ്രണയം സുഖകരമായ ഒരനുഭൂതിയാണെന്ന് എത്ര കഥകൾ, എത്ര കവിതകൾ, എത്ര അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണ് എനിക്കോമനെ എന്ന് പ്രണയ നൈരാശ്യങ്ങൾ ഏറ്റുവാങ്ങിയ ഹൃദയങ്ങൾ ആശ്വസിച്ചിരുന്നു. പിരിഞ്ഞിരിക്കുന്ന ദുഃഖം പോലും പ്രണയാർദ്രമാകേണ്ടതിനു പകരം പ്രണയം പകകൊണ്ട് കളങ്കപ്പെട്ടു പോയിരിക്കുന്നു. പ്രണയത്തിന്റെ ശബ്ദം ഒരു മരണമണിയുടെ മുഴക്കമായി ഇനിയും നമ്മൾ കേൾക്കാതിരിക്കട്ടെ. ഇനിയൊരു പ്രണയവും അഗ്നിയിൽ എരിഞ്ഞൊടുങ്ങാതിരിക്കട്ടെ. പ്രണയം തോൽക്കാതിരിക്കട്ടെ. ഇശലായി നീയേ, ഗസലായി നീയേ, ഉള്ളിനുള്ളിൽ ബഹറായി നീയേ. ശബ്ദം നൽകിയവർ റിയ, സരിത വേണുഗോപാൽ,
അബിൻ ഫൽഹാൻ കൊച്ചിൻ, അച്ഛൻ രാജൻ മുരിയൻകണ്ണി, അമ്മ കാർത്തിയായനി, ചേച്ചി രോഹിണി, കൂട്ടുകാർ സുധീഷ് ഒറ്റപ്പാലം, സന്തോഷ് പാടൂർ, സബ് ഇൻസ്പെക്ടർ റഷീദ് കോട്ടയം, പോലീസ് കോൺസ്റ്റബിൾ അനിൽകുമാർ, ഡോക്ടർ വിഷ്ണുപ്രസാദ്, നഴ്സ് അമൃത, കമിതാക്കൾ രഞ്ജിത്ത് ER, ശ്രുതി. താങ്ക്സ് ഫോർ ലിസണിംഗ് ഓഡിയോ ഡ്രാമ ബൈ ബ്ലൂ ഡയമണ്ട്സ്. ബ്ലൂ ഡയമണ്ട്സ്. ഇശലായി നീ ഗസലായി നീ ഉള്ളിനുള്ളിൽ ബഹറായി നീ ഇശലായി നീയേ ഗസലായി നീ